യെസ്, ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അപ്പോ ദാ മിസ് വന്നിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠമായ അൺചേഞ്ചിങ് റിലേഷൻസ്, മാറാത്ത ബന്ധങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിട്ടാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതാ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഹോംവർക്ക് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ മിസ് വീണ്ടും പറയുന്നു, ഈ ഒരു ചാപ്റ്ററിലെ വേണമെങ്കിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് തന്നെ പറയാം അല്ലെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ 453 നിന്നും 196 മൈനസ് ചെയ്യാനാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ ആണ്. കാൽക്കുലേറ്റ് ദിസ് ഡിഫറൻസ് ഇൻ യുവർ ഹെഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മൈനസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. മൈനസ് ചെയ്യാൻ പറ്റും, നമ്മൾ ആ രീതിയിലല്ല പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതാ ഇപ്പോൾ ചെയ്യും. ബാക്കി 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ആയിട്ടൊന്ന് അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, അപ്പോൾ ഓൾറെഡി എല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ് എന്ന് തോന്നുന്നു. പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ കറക്റ്റായി തന്നെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം ഒന്ന് പഠിച്ചതിന് ശേഷം റിവിഷൻ പോലെ ഒന്ന് ഈ ഒരു ക്ലാസ് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 453 അല്ലെ, 453 മൈനസ് എത്രയായിരുന്നു? 196. 196. ഇവിടെ നോക്കിക്കേ, 196 എന്ന് പറയുന്നത് 200-നടുത്ത് കിടക്കുന്ന സംഖ്യയാണ് അല്ലെ. അപ്പോൾ നമുക്ക് 196-നെ 200 ആക്കാനായിട്ട് എത്ര ആഡ് ചെയ്താൽ മതി? 4 കൂട്ടിയാൽ മതി അല്ലേ. നമ്മൾ എത്രയാണോ അവിടെ ആഡ് ചെയ്യുന്നത് അത് തന്നെ 453-ന്റെ കൂടെയും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇവന്റെ ഡിഫറൻസ് അഥവാ വ്യത്യാസം അല്ലെങ്കിൽ മൈനസ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നോക്കാം. 453-ന്റെ കൂടെ 4 കൂട്ടിയാൽ 457 മൈനസ് 196 പ്ലസ് 4 അല്ലെ. 4 കൂട്ടിയത് എന്താക്കാനായിട്ടാണോ? 200 ആക്കാനായിട്ടാണ് അല്ലെ. 200. ഇനി നമുക്ക് എളുപ്പത്തിൽ മൈനസ് ചെയ്യാലോ. നോക്കിക്കേ, 457-ൽ നിന്നും 200 പോയാൽ എത്രയാണ്? 257. കണ്ടോ, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഇതേ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, ഇതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളെല്ലാം നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ജസ്റ്റ് ഒരു ക്വിക്ക് ഒരു റിവിഷൻ പോലെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 388 മൈനസ് 189. ഓക്കെ, 388 മൈനസ് എത്രയായിരുന്നു? 189. ഓക്കെ അല്ലേ. അപ്പോ ഈ ഒരു 388 മൈനസ് 189 ചെയ്യാനായിട്ട് അല്ലെ, 189-ന്റെ കൂടെ ഒരു 11 കൂട്ടിയാൽ അത് എത്രയായി? 200. ഇത് 200 തന്നെ വരണമെന്നില്ലല്ലോ. ചിലപ്പോൾ 300 ആക്കാം, 400 ആക്കാം. ആ ഒരു 10-ന്റെ മൾട്ടിപ്പിൾ അല്ലെ, 00 ഫോമിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. 189 അല്ലെ, 189-ന്റെ കൂടെ ഞാൻ 11 ആഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അതേ 11 എവിടെയും ആഡ് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലും ആഡ് ചെയ്യണം. 388-ന്റെ കൂടെയും 11 കൂട്ടണം. ഇതെങ്ങനെയാണ് വന്നത്, ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ടാണ് മിസ് അത്ര ഡീറ്റെയിലിൽ പോവാത്തത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് വീണ്ടും ക്വസ്റ്റിലേക്ക് തിരിച്ചു വരാം. 388 പ്ലസ് 11 എന്ന് പറയുന്നത് എത്രയാണ്? 399 മൈനസ് 189 പ്ലസ് 11 എത്ര വന്നു? 200 എന്ന് വന്നു. 399. ഓക്കെ, 399-ൽ നിന്നും 200 വരെ എത്രയാണ്? ബാക്കി 199. പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിച്ചില്ലേ? ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ 2 നമ്പേഴ്സ് മൈനസ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ അല്ലെ, 2 സംഖ്യകൾ സബ്ട്രാക്ട് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരേ സംഖ്യയിൽ ഇവിടെയും ആഡ് ചെയ്താൽ നമ്മുടെ ഉത്തരത്തിന് വ്യത്യാസങ്ങളൊന്നുമില്ല. കറക്റ്റായി തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇവിടെ എത്രയാണോ ആഡ് ചെയ്യുന്നത് അത് തന്നെ ഇതാ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യുന്നു. ഒരേ സംഖ്യ തന്നെ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് ഉത്തരം തന്നെ വരും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. എളുപ്പമാവാൻ വേണ്ടിയിട്ട് 200, 300 അല്ലെങ്കിൽ 100 എന്ന് പറയുന്ന ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നു. ഓക്കെ, സെറ്റ് ആണോ? ക്ലിയർ ആണോ? ഓക്കെ, എപ്പോഴാണ് ഇത് സബ്ട്രാക്ഷൻ വരുമ്പോൾ? ഓക്കെ അല്ലേ. ബാക്കി 2 ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് നിങ്ങളൊന്ന് വേഗം തന്നെ ഒന്ന് കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം. അഡീഷൻ ആണല്ലേ, ഇവന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. സമ്മിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ നോക്കാം. 137 പ്ലസ് 199.
ഓക്കെ 137 പ്ലസ് 199. അപ്പോൾ സം ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നേരത്തെ മൈനസ് ആയിരുന്നു അല്ലെ, സബ്ട്രാക്ഷൻ, അവരുടെ വ്യത്യാസം ഡിഫറൻസ് കണ്ടപ്പോൾ ഒരേ സംഖ്യ കൂട്ടി അല്ലെ, ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ അഡീഷൻ ആണ് ചെയ്തത്. ഇവിടെ ഒരു സംഖ്യ കൂട്ടുമ്പോൾ അതേ സംഖ്യ തന്നെ അപ്പുറത്തെ നമ്പറിൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ അല്ലേ, ഇതിന്റെ എല്ലാ ഡെഫിനിഷൻ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയേക്കാം. 199ന്റെ കൂടെ 1 കൂട്ടിയാൽ 200 ആയില്ലേ, സെറ്റ്. ഇനി 137, അവിടെ 1 കൂട്ടിയാൽ ഇവിടെ 1 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഇങ്ങനെയല്ലേ ഇപ്പൊ പഠിച്ചത്. ഓക്കെ, അപ്പൊ 137 നിന്നും 1 പോയാൽ 136 പ്ലസ് 199ന്റെ കൂടെ 1 കൂട്ടിയാൽ 200. ഇനി സിമ്പിൾ അല്ലേ, 136 പ്ലസ് 200 എത്രയാണ്, 336. കറക്റ്റ് ആയി തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ഷൻ വരുമ്പോൾ രണ്ട് സൈഡിലും പ്ലസ് ചെയ്യണം. ഇനി അഡീഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണോ കൂട്ടുന്നത് അതേ സംഖ്യ ഇവിടെ കുറയ്ക്കണം. ഓക്കെ അല്ലേ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. 375 298 അവരുടെ സം കണ്ടുപിടിക്കണം. ബാക്കി രണ്ടും ഹോംവർക്ക് ആണ്. അത് തന്നെ ഹോംവർക്ക് നല്ല ഇപ്പോൾ തന്നെ ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ തന്നെ സ്പീഡിലൊന്നും ചെയ്തിട്ട് അപ്പോൾ തന്നെ കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന്. ഓക്കെ, 375 298. ഓക്കെ, 375 പ്ലസ് 298. നമുക്കൊന്ന് നോക്കാം. 298 നിന്നും നമുക്ക് ഒരു 2 കൂട്ടിയാൽ അത് 300 ആയില്ലേ അല്ലേ, നമുക്ക് 2 കൂട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ 298ന്റെ കൂടെ 2 കൂട്ടുന്നു. ഇവിടെ 2 കൂട്ടിയാൽ ഇപ്പുറത്തുനിന്ന് ഈ ഒരു സംഖ്യ അല്ലേ 375 നിന്ന് എന്ത് ചെയ്യണം, 2 കുറയ്ക്കണം. 375 മൈനസ് 2 എന്ന് വരും. 375 നിന്നും 2 കുറച്ചാൽ എത്രയാണ്, 373 പ്ലസ് ഇനി 298ന്റെ കൂടെ 2 കൂട്ടിയാൽ എത്രയാണ്, 300 അല്ലെ. 300 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പ്ലസ് ചെയ്ത് ഇവിടെ മൈനസും ചെയ്തത്. ഇനി നോക്കിക്കേ, 373 പ്ലസ് 300 എത്രയാണ്, 673. സിമ്പിൾ, പെട്ടെന്ന് കഴിഞ്ഞില്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു മെത്തേഡിൽ വേണം ചെയ്യാനായിട്ട്. ബാക്കി ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്യുക. ഹോംവർക്ക് അല്ല, ഇപ്പോൾ തന്നെ ചെയ്ത് ഒന്ന് അറിയിക്കുക. സെറ്റ് അല്ലേ. ഓക്കെ, അപ്പം മൈനസും പ്ലസും വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മാറിപ്പോയത്. പ്ലസ് ആണെങ്കിൽ സം ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഒരു സംഖ്യ കൂട്ടുമ്പോൾ അതേ സംഖ്യ ലെഫ്റ്റിൽ നിന്നും എന്ത് ചെയ്യണം, കുറയ്ക്കണം. എവിടെ, ഒരു സംഖ്യ കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലെഫ്റ്റിൽ നിന്ന് കുറയ്ക്കണം സം കണ്ടുപിടിക്കാൻ. ഇനി മൈനസ് ആണ് ചെയ്യുന്നതെങ്കിൽ അല്ലെ, നെഗറ്റീവ് അവരുടെ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട്, അതായത് വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഒരു സംഖ്യ എത്രയാണോ കൂട്ടുന്നത് അതേ സംഖ്യ ഇപ്പുറത്തുനിന്ന് കൂട്ടണം. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോയത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഈസ് ദി ഡിഫറൻസ് ഓഫ് എനി 2 മൾട്ടിപ്പിൾസ് ഓഫ് 3 അഗൈൻ എ മൾട്ടിപ്പിൾ ഓഫ് 3 വൈ? അതായത് ആദ്യം ഞാൻ മൾട്ടിപ്പിൾ ഓഫ് 3, അതായത് 3ന്റെ ഗുണനങ്ങൾ എഴുതാൻ പോവാണ്. 1 × 3 3, 2 × 3 6, 3 × 3 9, 4 × 3 12, 5 × 3 15, 6 × 3 18. ഓക്കെ, 3ന്റെ ഗുണനങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആണല്ലോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈസ് ദി ഡിഫറൻസ് ഓഫ് എനി 2 മൾട്ടിപ്പിൾസ് ഓഫ് 3. 3ന്റെ ഗുണനങ്ങളുടെ വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത് എഗെയിൻ എ മൾട്ടിപ്പിൾ ഓഫ് 3. അതും ഒരു ഗുണനമാണോ, ഇതിന്റെ 3ന്റെ ഗുണനമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ നോക്കാൻ പോകുന്നു. 6 3 എടുക്കാൻ പോകുന്നു. 6 - 3 6ഉം 3ഉം 3ന്റെ ഗുണനമല്ലേ. ഓക്കെ, 6 - 3 എത്ര വന്നു, 3 വന്നു. 3 എന്ന് പറയുന്നത് 3ന്റെ ഗുണനം, 3ന്റെ ഫാക്ടർ തന്നെയാണ്. ഇനി വേണമെങ്കിൽ വേറെ ഒരെണ്ണം എടുക്കാം. 9 - 3 എടുത്ത് നോക്കാം. 9 - 3 എത്രയാണ്, 6. 6 എന്ന് പറയുന്നത് 3ന്റെ ഗുണനമല്ലേ, 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന ആളല്ലേ. അതെ. ഇനി അടുത്ത ആൾ ആരാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് നോക്കാം കേട്ടോ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ 18 - 3 ഏറ്റവും ലാസ്റ്റും ഏറ്റവും ആദ്യം എഴുതിയ ആളുകൾ എടുക്കാം. 18 - 3 എത്രയാണ്, 15. യെസ്, 15 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്, 3ന്റെ ഗുണനമാണ്. സോ നമുക്ക് എന്ത് പറയാം, നമ്മൾക്ക് പറയാം യെസ് the difference of any 2 multiples of 3 again a multiple of 3. അതായത് 3ന്റെ ഗുണനഫലങ്ങൾ അല്ലെ, ഈ 3ന്റെ ഗുണനഫലങ്ങൾ ആരെടുത്തിട്ട് അവരിൽ നിന്നും അല്ലെ ഡിഫറൻസ് വ്യത്യാസം കണ്ടുപിടിച്ചാലും അവരെല്ലാവരും 3ന്റെ ഗുണനങ്ങൾ തന്നെയായിരിക്കും. അതേ 3 6 15 ഇവരെല്ലാവരെയും 3ന്റെ ഗുണനങ്ങൾ തന്നെയായിരിക്കും കിട്ടുന്നത്. ഏത് നമ്പർ വേണമെങ്കിലും എടുത്ത് നിങ്ങൾക്ക് മൈനസ് ചെയ്ത് നോക്കാൻ പറ്റൂട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വരുന്നത്, നമുക്ക് അതിൻ്റെ ജനറൽ ഫോം ഒന്ന് എഴുതിയേക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ എന്താ
18 മൈനസ് 3 അല്ലെങ്കിൽ 18 മൈനസ് 6 എടുക്കാം. 18 മൈനസ് 6 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. 12ഉം 3ന്റെ ഗുണനമാണ്. അപ്പോൾ മിസ് അതൊന്ന് എടുത്ത് തരുന്നുണ്ട്. 18 മൈനസ് 6 എന്ന് പറയുന്നത് 12 ആണ്. 12 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3, 3ന്റെ ഗുണനം തന്നെയാണ്. അപ്പോൾ നോക്കാം, ഈ 18നെ നമുക്ക് 3 ഇൻറ്റു 6 എന്ന് എഴുതാം, മൈനസ് 6നെ നമുക്ക് 3 ഇൻറ്റു 2 എന്ന് എഴുതാം. ഓക്കെ ആണോ? സെറ്റാണ്. ദാറ്റ് ഈസ് 3 ഇൻറ്റു 6ന് പകരം ഞാൻ ഇഷ്ടമുള്ള ഒരു ലെറ്റർ കൊടുക്കുകയാണ് എം, മൈനസ് 3 ഇൻറ്റു ഇവിടെ 2, അത് വേറെ ഏതോ നമ്പറാണ്, ആ ഒരു നമ്പർ എനിക്കറിയില്ല, സോറി, ആ നമ്പറിന് പകരം ഞാൻ എൻ എന്നും കൊടുത്തു. ഓക്കെ ആണല്ലോ? ഒരെണ്ണത്തിന് എം ഏതൊരു നമ്പറാണ്, എൻ വേറൊരു നമ്പറാണ്. ഇവിടെ നോക്കാം, മൈനസിന് ലെഫ്റ്റിലും റൈറ്റിലും 3 കോമൺ ആയിട്ടുണ്ട്. 3 പുറത്തേക്ക് എടുത്താൽ ഇവിടെ ഇനി ആരുണ്ട്? എം മൈനസ് എൻ ഉണ്ട്. അതായത് 3 ഇൻറ്റു എം മൈനസ് എൻ. ദാറ്റ് മീൻസ് ദാ നോക്കാം, 3ന്റെ ഗുണനങ്ങൾ തമ്മിൽ മൈനസ് ചെയ്താൽ, അതായത് 3ന്റെ ഗുണനങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്, 3ന്റെ ഈ ഗുണനങ്ങൾ തമ്മിൽ ആരെടുത്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാലും 3 ഇൻറ്റു എന്ത് കിട്ടും? ആ നമ്പറിൻ്റെ ഡിഫറൻസ്, അതായത് 3ന്റെ ഗുണനം തന്നെ ആയിരിക്കും. 3 ഇൻറ്റു ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ തന്നെയല്ലേ? ക്ലിയർ ആണോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞു ഇന്ന് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതും സെറ്റ് ആണല്ലോ. അപ്പോൾ ലാസ്റ്റ് ഒരു ടോപ്പിക് കൂടി എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതും ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ്. നമുക്ക് നോക്കിയേക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ്. ഓക്കെ, കാൽക്കുലേറ്റ് ദി ക്വസ്റ്റ്യൻസ്. അതായത് 345 ഡിവൈഡഡ് ബൈ 15 കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ചെയ്യാം, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാട്ടോ. അപ്പോൾ അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കി ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. എന്നാലേ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് അതൊന്ന് റിവിഷൻ പോലെ അങ്ങ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം, 345 ഡിവൈഡഡ് ബൈ 15 നമുക്കൊന്ന് എഴുതിയേക്കാം. 345 ഡിവൈഡഡ് ബൈ 15. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവനെങ്ങനെ ഡിവിഷനായിട്ട് എഴുതുന്നത്? 345 ഡിവൈഡഡ് ബൈ 15. ഇവിടെ നോക്കിക്കേ, ഈ 15നെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 30 വരുമല്ലോ അല്ലെ? 0 എന്ന് പറയുന്ന അല്ലെ 10ന്റെ ടേബിളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. താഴെ എന്ത് ചെയ്താലും അത് തന്നെ എവിടെയും ചെയ്യണം? മേളിലും ചെയ്യണം. ഓക്കെ ആണല്ലോ? ഇനി 345 ഇൻറ്റു 2 ഞാൻ ഡയറക്റ്റ് ആൻസർ ചെയ്തുവാണ്, 690 എന്ന് വരും. ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 2 എത്രയാണ്? 30. 0 0 അറ്റത്തുള്ള ആളുകളെ നോക്കണം കേട്ടോ, ഇടയിൽ 0 വന്നാൽ വെട്ടിക്കളയാൻ പാടില്ല. 0 0 വെട്ടിക്കളഞ്ഞു. 69 ഡിവൈഡഡ് ബൈ 3. അവിടെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇതാ 3 കൊണ്ട് വെട്ടിക്കളയാൻ പഠിക്കണം. 3ൽ 6 2 തവണ, 3ൽ 9 3 തവണ. സോ ആൻസർ എത്ര വന്നു? 23 എന്ന് വന്നു. ഓക്കെ ആണോ? അപ്പോൾ ഇതേ രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് പഠിക്കണം കേട്ടോ. അവിടെ സൈഡിൽ ചെയ്ത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് ശീലമാക്കരുത്. നമ്മൾ ഇതുപോലെ വെട്ടി ചെറുതാക്കാനായിട്ട് ശ്രമിക്കണം. ഒട്ടും പറ്റാത്തവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് സൈഡിലൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കിയാലോ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ 495 ഡിവൈഡഡ് ബൈ 45. 495 ഡിവൈഡഡ് ബൈ 45. ദാ മിസ് ചെയ്താൻ പോകുന്നു. 495 ഡിവൈഡഡ് ബൈ 45. ട്രൈ ചെയ്ത് നോക്കാം. 495 ഡിവൈഡഡ് ബൈ 45. 45നെയും ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, ഇവിടെ 5 ആണ് ലാസ്റ്റ് എങ്കിൽ ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് 0 ഉള്ള ഒരു ആൻസർ വരും. ഫൈനൽ യൂണിറ്റ് പ്ലേസിൽ 0 വരുന്ന ഒരു ആൻസർ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതായത് 5 ഇൻറ്റു 2 10 അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻറ്റു 2 താഴെ ചെയ്താൽ അത് തന്നെ എവിടെയും ചെയ്യണം? മേളിലും ചെയ്യണം എന്ന് പഠിച്ചു. 495 ഇൻറ്റു 2 എന്ന് പറയുന്നത് 990. 45 ഇൻറ്റു 2 എന്ന് പറയുന്നത് 90 എന്നും വരും. ഇവിടെയും 0 0 കണ്ടോ, വെട്ടിക്കളയാൻ എളുപ്പമായിട്ട് പറ്റും. ഇനി ബാക്കി 99 ബൈ 9. 9ൽ 9 ഒരു തവണ, 9ൽ 9 ഒരു തവണ. അതായത് ആൻസർ എത്ര വന്നു? 11 എളുപ്പത്തിൽ കിട്ടി. അപ്പോൾ ഇതേ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിലെ ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് പോയത് അല്ലേ? അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ആകെ കുഞ്ഞു ക്വസ്റ്റ്യൻസ്, വേണമെങ്കിൽ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എന്നും പറയാം അല്ലേ? ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ചുകൂടി ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻസ് എല്ലാം സെലക്ട് ചെയ്ത് അതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ അതിൽ തിയറിയും കാര്യങ്ങളെല്ലാം ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് വേണമെങ്കിൽ ഒരു മോർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ചാപ്റ്ററൊക്കെ ഒന്ന് പഠിച്ച് മറന്നുപോയ കാര്യങ്ങൾ
എക്സാമിനൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് റിവിഷൻ പോലെ ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും നമുക്ക്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ? ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, നന്നായിട്ട് തന്നെ പഠിച്ച് നന്നായിട്ടൊക്കെ തന്നെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ ബൈ, സി യു.